എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ടാണ്. ഒത്തിരി പേർക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സിനോട് നല്ല താല്പര്യമുണ്ട്. ഒരുപാട് പേര് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. NRIs ഒക്കെ ഒത്തിരി പേര് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മുടെ ഡൊമസ്റ്റിക്കലി ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ബാങ്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് കൂടുതലും മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അതിൽ ഒരുപാട് പേർക്ക് പല തരത്തിലുള്ള പാളിച്ചകൾ സംഭവിക്കുന്നു. പലതരത്തിലുള്ള മിസ്റ്റേക്സ് അവർക്ക് ഈവൻ ബ്ലൈൻഡായിട്ട് ഒന്നും അറിയാണ്ട് നിങ്ങൾ ഒരു ഫണ്ട് സെലക്ട് ചെയ്യുന്നു. മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം, ഗുഡ് റിട്ടേൺ കിട്ടും എന്നുള്ള ഒരു പ്രതീതി മാത്രം വെച്ചിട്ട് മനസ്സിൽ മ്യൂച്വൽ ഫണ്ടിലൂടെ നമുക്ക് നല്ലൊരു റിട്ടേൺസ് നേടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പലരും ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് വിത്തൗട്ട് ഹാവിങ് പ്രോപ്പർ നോളജ് അബൌട്ട് വിച്ച് ഫണ്ട്, ഏത് ഫണ്ടിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഏത് പീരീഡിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ആ ഫണ്ടിൻ്റെ കാറ്റഗറി എന്താണ്, അതിൻ്റെ ബിഹേവിയർ എന്താണ്, ഇതൊന്നും മനസ്സിലാക്കാണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താറുണ്ട് പലരും. എനിക്ക് നേരിട്ട് അനുഭവം ഉള്ളതുകൊണ്ടും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളോട് പറയണം എന്നുള്ളത് എനിക്ക് ഒത്തിരി പേരുടെ അനുഭവങ്ങൾ എന്നോട് ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യം റീസെൻറ്റ് ഡേയ്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാനിത് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരുന്നത്. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി 1-2 യൂട്യൂബ് വീഡിയോസ് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് റിലേറ്റഡ് ആയിട്ടല്ല, അല്ലാണ്ട് തന്നെ പലതരത്തിലുള്ള യൂട്യൂബേഴ്സ് മ്യൂച്വൽ ഫണ്ട്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഒത്തിരി പേര് അതിനെ ഫോർവേഡ് ചെയ്യുന്നു തോന്നുന്നു ബിക്കോസ് ഓഫ് ആസ് പെർ ദെയർ വീഡിയോ പ്രൊമോഷൻ. അതിനൊന്നും തെറ്റൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിൽ പലപ്പോഴും അവർ തന്നെ അറിയുന്നില്ല, ഇൻഫ്ലുവൻസേഴ്സ് തന്നെ അറിയുന്നില്ല ഇത്തരം ഫണ്ടുകളിലൊക്കെ ചില ചതിവുകൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള വിഷയം അവരറിയുന്നില്ല. അറിയാണ്ടാണ് അവരതിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളത് എനിക്കൊരു ധാരണയുണ്ട്. ബിക്കോസ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ശരിക്കും മ്യൂച്വൽ ഫണ്ട് അതായത് ഈക്വിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഈക്വിറ്റി ലിങ്ക്ഡ് ആയിട്ടുള്ള ഇൻഷുറൻസിലാണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് മുഖ്യമായ കാര്യം. പലരും വിചാരിക്കുന്നു അത് ഈക്വിറ്റി ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീംസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇക്വിറ്റി ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീംസ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിന് ലോക്കിൻ പീരീഡ് ഉണ്ടാവും. 5 കൊല്ലം 10 കൊല്ലത്തെയൊക്കെ ലോക്കിൻ പീരീഡ്സ് മിനിമം ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. പിന്നെ നമുക്ക് ആക്ച്വലി നിങ്ങൾ അത് ഇൻഷുറൻസ് ആണ്, ഇറ്റ് ഈസ് നോട്ട് മ്യൂച്വൽ ഫണ്ട്. നമ്മൾക്കൊരു ക്യാപിറ്റൽ അപ്രിസിയേഷന് വേണ്ടിയിട്ട് ഓവർ എ പീരീഡ് ഓഫ് 5 years അല്ലെങ്കിൽ 10 years കഴിയുമ്പോൾ നമ്മളുടെ നിക്ഷേപിച്ച തുക നമുക്ക് വലുതാക്കി കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു കോമ്പൗണ്ടിങ്ങോടുകൂടി നമുക്കൊരു നല്ല റിട്ടേൺ കിട്ടാനുള്ള രീതിയിൽ ആണല്ലോ നമ്മൾ തിങ്ക് ചെയ്യുന്നത്. പക്ഷേ ഇത്തരം ഫണ്ടുകളൊക്കെ ഇൻഷുറൻസുകളായിരിക്കാം. മേ ബി ബിക്കോസ് ഓഫ് ഡ്യൂ ടു സർട്ടൻ നമ്മുടെ ലൈഫ് ടൈമിൽ നമുക്ക് സംഭവിക്കാവുന്ന ആക്സിഡൻറ്റ്സ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ജീവന് തന്നെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുക്കൾക്കൊന്നും സുരക്ഷിതരാകണം എന്നുള്ള നിലയ്ക്ക് നമ്മൾ മുന്നേയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് ഒക്കെ നമ്മൾ എടുക്കാറുണ്ട്. അത്തരത്തിൽപ്പെട്ട ഇൻഷുറൻസസ് പോലും ഇപ്പോൾ എന്തായിട്ട് മാറുന്നു, ഇപ്പോൾ അത് ഇക്വിറ്റി ലിങ്ക്ഡ് ഇൻഷുറൻസുകളായിട്ട് മാറുന്നുണ്ട്. പക്ഷേ ജനങ്ങളത്, അതായത് ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരുന്ന ഒരു വ്യക്തി അതിൽ പറ്റിപ്പോകുന്ന അബദ്ധം എന്താണ്, അവരതിൽ കൺഫ്യൂസ്ഡ് ആയി പോകുന്നു. അവർ വിചാരിക്കുന്നു ദേ ആർ ഇൻവെസ്റ്റഡ് ഇൻ മ്യൂച്വൽ ഫണ്ട്സ്, ബട്ട് ആക്ച്വലി ദേ ആർ നോട്ട് ഇൻവെസ്റ്റിംഗ് ഇൻ മ്യൂച്വൽ ഫണ്ട്സ്, ദേ ആർ ഇൻവെസ്റ്റിംഗ് ഇൻ ഇൻഷുറൻസ്. രണ്ടും വ്യത്യാസമുണ്ട്. ഇൻഷുറൻസ് അത്യാവശ്യമാണ്, ഹെൽത്ത് ഇൻഷുറൻസും അത്യാവശ്യമാണ്, ലൈഫ് ഇൻഷുറൻസും അത്യാവശ്യമാണ്. ഒരിക്കലും അത് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു നല്ല ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ആരെങ്കിലും എടുക്കാതിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം. ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ ഓൺലൈനിൽ വഴി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീസ് എടുക്കുന്നതിനേക്കാൾ ബെറ്റർ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ നേരിട്ട് അറിയുന്ന, അറ്റ്ലീസ്റ്റ് നേരിട്ടല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലീസ് മെമ്പേഴ്സിനെ ആർക്കെങ്കിലും നേരിട്ട് നമ്മുടെ ഒരു ആവശ്യത്തിന്, നമുക്കൊരു അത്യാവശ്യം ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഓൺലൈൻ വഴി ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ചില ഉണ്ടാകും എന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ടാകാൻ സാധ്യതയുള്ള ചില പ്രോബ്ലംസ്, നമുക്ക് ക്ലെയിം ശരിക്കും പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവിടെ പോയിട്ട് ക്യാഷ്ലെസ് ക്ലെയിം കിട്ടാണ്ട് സാഹചര്യങ്ങൾ വരും. ഇത്തരം സാഹചര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ നിങ്ങളുടെ പരിചയമായിട്ടുള്ള, നേരിട്ട് ഫോൺ വിളിച്ചാൽ അപ്പം തന്നെ ആ ഇൻഷുറൻസ് ഏജൻറ്റ് നമ്മുടെ ഫോണിൻ്റെ തുമ്പത്തുണ്ടായിരിക്കണം. ഇങ്ങനെ ഒരു കേസ് ഉണ്ട് നിങ്ങൾ, അപ്പോൾ അയാൾ നേരിട്ട് വരണം, നമ്മുടെ കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ കൂടെ ആ ഒരു ക്ലെയിമിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്ന ഒരാളെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ നിങ്ങൾ ചൂസ് ചെയ്യണം.
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. അറിഞ്ഞുകൂടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിനോടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. ഇതിനർത്ഥം നിങ്ങൾ ഓൺലൈൻ വഴി എടുക്കുന്നത് തെറ്റെന്നോ അത് ചെയ്യാൻ പാടില്ല എന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പ്രാക്ടിക്കലി ഇത് എനിക്ക് നേരിട്ട് അനുഭവമുള്ളൊരു കാര്യത്തെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് ഈ പറയുന്നത്. എൻ്റെ ഫ്രണ്ട്സിന് ഓൺലൈൻ വഴി എടുത്ത ഒരാൾക്കും നേരിട്ട് ഒരു ഇൻഷുറൻസ് ഏജൻറ്റ് വഴി എടുത്തത്, രണ്ടും തമ്മിൽ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പേഴ്സണൽ അജണ്ട മനസ്സിൽ വെച്ചിട്ടോ അല്ല ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ഏത് നാട്ടിലാണോ, നിങ്ങളുടെ നേറ്റീവ് എവിടെയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടുതൽ ഇൻഫ്ലുവൻസ് ഏരിയ എവിടെയാണോ അവിടെ നിങ്ങൾക്ക് ആരെയാണോ നിങ്ങൾക്ക് ഏറ്റവും അധികം സ്വാധീനം നിങ്ങൾക്ക് ചെലുത്താൻ കഴിയുക, ആ ഏജൻറ്റിനെ തന്നെ നിങ്ങൾ സമീപിക്കുക. ആ ഏജൻറ്റിനോട് ആദ്യം വെക്കേണ്ടുന്ന കണ്ടീഷനെ ഇതായിരിക്കണം. ഏത് ആവശ്യത്തിനും കൂടെ ഹോസ്പിറ്റൽ ഏത് ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട് ദ ഇൻഷുറൻസ് യു ആർ ടേക്കിംഗ്, അതനുസരിച്ചിട്ട് അതിനോടൊപ്പം നിങ്ങൾ നിൽക്കുന്ന തയ്യാറാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനിതിന് തയ്യാറെടുക്കത്തുള്ളൂ. പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, പഴയ കാലം പോലെ ഇൻഷുറൻസ് നിങ്ങൾ 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഒന്നും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കരുത്. സെക്കൻഡ് പോയിന്റ്, എടുക്കുമ്പോൾ ഫാമിലി ഇൻഷുറൻസ് എടുക്കാൻ ശ്രമിക്കുക. ഫാമിലി ഇൻഷുറൻസ് കുറഞ്ഞത് 1 കോടി അല്ലെങ്കിൽ 2 കോടി നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കുന്ന ഇൻഷുറൻസ് എടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ലെസൺ. സോ ഇത് രണ്ടും നിങ്ങൾ കീനായിട്ട് മനസ്സിലാക്കുക. കാരണം ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു മനുഷ്യനെ ഏറ്റവും അധികം അയാളുടെ ജീവിത സമ്പാദ്യത്തെ മുഴുവനും നശിപ്പിക്കുന്നത് ഒരു ചെറിയ അസുഖം മതി. ഫാമിലി മെമ്പർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ചെറിയതോ വലുതോ ആയിട്ടുള്ളൊരു അസുഖം വന്നു കഴിഞ്ഞാൽ കഴിയാവുന്നതേ ഉള്ളൂ. നമ്മളുടെയൊക്കെ ദൈനംദിനമായിട്ട് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പാദ്യം മുഴുവനും ആര് കൊണ്ടുപോകും? ആശുപത്രി കൊണ്ടുപോകും. സോ ആശുപത്രിക്കാർ മോശം എന്നല്ല ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ ചിലവ് അതാണ്. അത് എല്ലാവരുടെയും നമ്മൾ കളക്റ്റീവായിട്ട് നോക്കണം. നമുക്ക് ചിലവ് കുറഞ്ഞിടത്ത് നമുക്ക് സൗകര്യങ്ങൾ കുറയും, സൗകര്യങ്ങൾ കുറഞ്ഞിടത്ത് നമുക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവാം. സോ ഇതിനെല്ലാത്തിനെയും കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, നമ്മൾ മസ്റ്റായിട്ടും നമ്മൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമായിട്ടും എടുക്കണം. പക്ഷേ ആ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടത് ആരുടെ അടുത്തായിരിക്കണം? നമ്മൾക്ക് വളരെ ഇൻഫ്ലുവൻസ് ചെലുത്താൻ സാഹചര്യമുള്ള ഒരു വ്യക്തിയിൽ നിന്നായിരിക്കണം എടുക്കേണ്ടത്. വ്യക്തി മീൻസ് വ്യക്തി ഏത് നല്ല ഇൻഷുറൻസ് കമ്പനിയാണോ നോക്കുക, അതിനോടൊപ്പം ആ വ്യക്തി അക്സസിബിൾ ആണോ നോക്കുക. ഇത് രണ്ടുമാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ് കംസ് ടു ദി മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും ആദ്യം അത് നിങ്ങൾ ബാങ്കിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അഡ്വൈസർ നിങ്ങളെ വിളിക്കുകയാണ്, സാർ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് അതിപ്പോൾ പലപ്പോഴും അടുത്ത ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്കിൽ നിന്നായിരിക്കും നമ്മളെ കൂടുതലായിട്ടും പുഷ് ചെയ്യുന്നത്. നിങ്ങൾ സാർ ഇന്ന സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യും, നല്ല റിട്ടേൺ കിട്ടുന്നൊക്കെ. അവിടെയാണ് നമ്മൾ പലപ്പോഴും ട്രാപ്പ് ആകാൻ പോകുന്നത്. കാരണം ബിക്കോസ് ഓഫ് 2 റീസൺസ്. ഒന്ന്, ബാങ്കിൻ്റെ ആംബിയൻസ്. നമ്മളൊരു ബാങ്കിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട്. നമ്മൾ ബാങ്കിനോട് വെച്ചിരിക്കുന്ന ഒരു ട്രസ്റ്റ്, ഓക്കെ, അത് ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് തന്നെ ഞാൻ പറയും. ഒന്ന്. രണ്ടാമത്തെ പോയിന്റ്, നമ്മൾ ഡിസ്കസ് ചെയ്യാനിരിക്കുമ്പോൾ അവിടുത്തെ ഹയർ ഒഫീഷ്യൽ ആയിരിക്കാം, ഒന്നുകിൽ മാനേജർ അല്ലെങ്കിൽ മാനേജറിന് തുല്യമായിട്ടുള്ള ഒരു സ്റ്റാഫ് മെമ്പർ ആയിരിക്കാം നമ്മളോട് ഡീല് ചെയ്യുന്നത്. അവർ നമുക്ക് തരുന്ന കൺവീനിയൻസ് അല്ലെങ്കിൽ അവർ നമ്മളെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾക്ക് തന്നെ ബാക്കിയൊന്നും നമ്മളുടെ ഇതിൻ്റെ അതിൻ്റെ പ്ലസ് ഓർ മൈനസിനെ പറ്റി ചിന്തിക്കാനോ അത് ഏത് ഫണ്ടാണോ ആ ഫണ്ടിൻ്റെ ഡീറ്റെയിൽ അനാലിസിസ് നടത്താനൊന്നും നമുക്ക് സൗകര്യമില്ലാത്ത രീതിയിൽ നമ്മൾ ട്രാപ്പിലാകുന്ന രീതിയിലുള്ള ഒരു ഫോർമാറ്റിലൂടെ ആയിരിക്കാം നിങ്ങൾ ഭൂരിഭാഗം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നിരിക്കുക. പ്രീവിയസ്ലി അങ്ങനെ ഉണ്ടാവാൻ ഒരാളെങ്കിലും കാണും തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നത്. അതും ഒഴിവാക്കുക. പകരം അത് ഒഴിവാക്കണം എന്നല്ല ഞാൻ പറയുന്നത്, അത്തരത്തിൽ ഒരു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ ചെയ്യുന്നു എന്നല്ല, നിങ്ങളിത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇപ്പോൾ നമ്മുടെ വിരൽ തുമ്പത്ത് ഇല്ലാത്ത ഇൻഫർമേഷൻസ് ഒന്നുമില്ല. നിങ്ങൾ AI ഉപയോഗിക്കൂ, ജെമിനി ഉപയോഗിക്കൂ, ചാറ്റ് GPT ഉപയോഗിക്കൂ, ഗ്രോക്ക് ഉപയോഗിക്കൂ, അല്ലെങ്കിൽ ഏതാ ഇല്ലാത്തത്? ഇപ്പോൾ ഒരു സ്കീം ഒരു ബാങ്കിൽ നിന്നും അല്ലെങ്കിൽ ഒരു അഡ്വൈസർ നിങ്ങളോട് ഒരു സ്കീമിനെ പറ്റി പറയുകയാണ്. സിംപ്ലി ആ സ്കീം നിങ്ങൾ ജസ്റ്റ് എൻ്റർ ചെയ്തിട്ട് വെദർ ഇറ്റ് ഈസ് എ മ്യൂച്വൽ ഫണ്ട് ഓർ ആൻ ഇൻഷുറൻസ് ലിങ്ക്ഡ് സ്കീം, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ആൻഡ് വാട്ട് ആർ ദ ഡീമെറിറ്റ്സ്, ഇത്രയും നിങ്ങളൊന്ന് സെർച്ച് ചെയ്യൂ.
ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ? അത് ക്ലീനായിട്ട് നമുക്ക് കാണിച്ചു തരും എന്തൊക്കെയാണ് ഇത് ഇൻഷുറൻസ് ആണോ, അല്ല ഇത് മ്യൂച്വൽ ഫണ്ട് തന്നെയാണോ, അത് ഏതൊക്കെ തരം ഈക്വിറ്റീസിലാണ് അത് പോകുന്നത്, എല്ലാ ഡീറ്റെയിൽ, അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എത്രയാണ്, അതിൻ്റെ ലോഡ് എന്താണ്, അതിൻ്റെ റിട്ടേൺസ് എത്രയാണ്, ഇതൊക്കെയാണ് നമുക്ക് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന അടുത്ത പാഠം. ഓക്കെ, സോ അടുത്ത വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു 5 മേജർ എന്താ പറയുക ഇൻവെസ്റ്റ്മെൻറ്റ് മ്യൂച്വൽ ഫണ്ട് സെലക്ഷൻ മെത്തേഡ്സിനെ പറ്റി ഞാൻ പറയാം. നിങ്ങൾ 1 by 1 ആയിട്ട് ശ്രദ്ധിച്ചോളൂ. ഓക്കെ, പോയിന്റ് നമ്പർ 1, നിങ്ങളുടെ ഗോൾ, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഫണ്ട് ഏതാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ ലക്ഷ്യം ഒരു 3 വർഷത്തേക്കാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഹൈ റിസ്ക് ആയിട്ടുള്ള അഗ്രസീവ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, ഹൈബ്രിഡ് ഫണ്ട് ഉണ്ട്, മിഡ് ക്യാപ്പ് ഫണ്ട്, സ്മോൾ ക്യാപ്പ് ഫണ്ട്, ലാർജ് ക്യാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫണ്ടുകളുണ്ട്. അതിൽ നിങ്ങൾ 3 വർഷമാണ്, 5 വർഷമാണ്, 10 വർഷമാണ്, നിങ്ങളുടെ എത്ര ഇയേഴ്സാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ ലക്ഷ്യം, അതുകൊണ്ട് നിങ്ങൾ എന്ത് ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളതിൽ ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് വേണം. അതിനനുസരിച്ചിട്ടായിരിക്കണം നിങ്ങൾ ഫണ്ട് സെലക്ഷൻ നടത്താൻ. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ സമീപിക്കാം. ഞാൻ എൻ്റേതായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഞാൻ കൃത്യമായ രീതിയിൽ ഗൈഡൻസ് തരും. ഓക്കെ, പോയിന്റ് നമ്പർ 2 എന്താണ്? പലപ്പോഴും നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് സ്കീംസിനെ നോക്കുമ്പോൾ, ചിലപ്പോൾ ഈവൻ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫണ്ടിനെ പറ്റി നിങ്ങൾ അന്വേഷിക്കുമ്പോഴോ അതിന് എപ്പോഴും ഹൈലൈറ്റ് ആയിട്ട് നിർത്തുന്നൊരു വിഭാഗമുണ്ട്. എന്താണെന്ന് വെച്ചാൽ പാസ്റ്റ് പെർഫോമൻസ് നിങ്ങൾ നോക്കുമ്പോൾ 5 ഇയേഴ്സിൽ, കഴിഞ്ഞ 5 ഇയേഴ്സിൽ 18%, 20%, 15%, 21% എന്നൊക്കെ കാണും. പക്ഷേ എന്താ പറയുക, പാസ്റ്റ് പെർഫോമൻസ് ഒരിക്കലും ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന പെർഫോമൻസിന് മാച്ച് ആകണം നിർബന്ധമില്ല എന്നുള്ളതാണ് നമ്മൾ അടുത്ത് മനസ്സിലാക്കേണ്ടുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. കൺസിസ്റ്റൻസി ഇൻ പെർഫോമൻസ്. ഉദാഹരണത്തിന് ഒരു വർഷം 25% കൊടുത്തു, അതിൻ്റെ അടുത്ത വർഷം 10% കൊടുത്തു, അതിൻ്റെ ഒരു അടുത്ത വർഷം 15% കൊടുത്തു, അതിൻ്റെ ഒരു അടുത്ത വർഷം 5% മൈനസ് പോയി. സോ ഫണ്ടിൻ്റെ ഫ്ലക്ച്വേഷൻ നോക്കൂ, ഇങ്ങനെ വീണ്ടും ഇങ്ങനെ അതെന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ഉണ്ടോ? ഇല്ല. സോ ഇപ്പം നിങ്ങൾക്ക് പക്ഷേ എല്ലാ വർഷവും CAGR 12% കൊടുക്കുന്നു എന്ന് നോക്കിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഓൾമോസ്റ്റ് ഒരു വർഷം 12%, ഇനി ഒരു വർഷം 15%, ഇനി ഒരു വർഷം 11%, ഇനി ഒരു വർഷം 13%. ഇങ്ങനെ നിങ്ങൾ പാസ്റ്റ് പെർഫോമൻസ് നോക്കുമ്പോൾ ഓൺ ആൻ ആവറേജ് ഒരു 13-14% കഴിഞ്ഞ ഒരു 5 കൊല്ലം 10 കൊല്ലത്തിനുള്ളിൽ ഒരു 12-നും 15-നും ഇടയിൽ കൺസിസ്റ്റൻസി ആയിട്ട് നിങ്ങൾക്ക് CAGR റവന്യൂ ജനറേഷൻ നടത്തുന്ന ഒരു സ്കീമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല സ്കീമാണ്. ഫാസ്റ്റ് 5 ഇയേഴ്സ് എന്ന് മാത്രമേ നിങ്ങൾ കാണത്തുള്ളൂ. ആ 5 ഇയേഴ്സിൻ്റെ ഉള്ളിലുള്ള ആ 1, 2, 3, 4, 5 ആ 5 കൊല്ലവും അതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഫോർ ദി സെക്കൻഡ് വൺ. ഇനി അടുത്തെന്താണ്? മൂന്നാമത്തത്, ഓരോ മ്യൂച്വൽ ഫണ്ടും നിങ്ങൾ ഉദ്ദേശിക്കും പോലെയല്ല. ഓരോ മ്യൂച്വൽ ഫണ്ടിനും എക്സ്പെൻസ് റേഷ്യോസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. എക്സിറ്റ് ലോഡ് ഉണ്ടായിരിക്കും, എക്സ്പെൻസ് റേഷ്യോസ് ഉണ്ടായിരിക്കും. ഇതൊക്കെ എന്താണ്? അതൊക്കെ നമ്മളുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമ്മളിപ്പോൾ നോക്കുമ്പോൾ 18% അല്ലെങ്കിൽ 15% റിട്ടേൺ എന്ന് കാണിക്കും. പക്ഷേ ആക്ച്വലി നമുക്ക് ആ റിട്ടേൺ നമുക്ക് ലഭിക്കത്തില്ല. എല്ലാ മ്യൂച്വൽ ഫണ്ടിനും എക്സ്പെൻസ് റേഷ്യോ ഉണ്ട്. എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ കയ്യിൽ നിന്നും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെ കൃത്യമായ രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക നോക്കുക. AMC അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസിന് എന്തുണ്ട്? അതിൻ്റെ നമ്മുടെ മ്യൂച്വൽ ഫണ്ടിനെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനൊരു ചാർജ് പേ ചെയ്യണം നമ്മൾ. ആ ചാർജ് എന്ന് പറയുന്നത് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഡോക്യുമെൻറ്റ് ഉണ്ടായിരിക്കും. ആ ഡോക്യുമെൻറ്റിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും എന്താണ് എത്രയാണ് നമ്മുടെ എക്സ്പെൻസ് റേഷ്യോ, എത്രയാണ് എക്സിറ്റ് ലോഡ്, എത്രയാണ് എക്സിറ്റ് ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇൻ ബിറ്റ്വീൻ നമ്മൾ എപ്പോഴാണോ നമ്മളിപ്പോൾ അതിനൊരു പീരീഡ് ഉള്ളിൽ നമ്മൾ പുറത്തിറങ്ങുകയാണെങ്കിൽ നമുക്ക് അതിനങ്ങോട്ട് അതിനെന്തെങ്കിലും ഫീസ് ആഡ് കൊടുക്കേണ്ടതുണ്ടോ, കൊടുക്കണമെങ്കിൽ ഇത്ര പീരീഡിനുള്ളിലാണെങ്കിൽ നിങ്ങൾ കൊടുക്കണം, ആ പീരീഡ് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കണ്ട എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ട്. എക്സ്പെൻസ് എന്ന് പറയുന്ന സാധനം നമ്മൾക്ക് കിട്ടുന്നത് 18% കാണിക്കുമെങ്കിലും നമുക്ക് അതിൽ നിന്നും ചിലപ്പോൾ 1% നമുക്ക് എന്താ പറയുക എക്സ്പെൻസ് റേഷ്യോ ആയിരിക്കും. അത് എല്ലാ വർഷവും എക്സ്പെൻസ് റേഷ്യോ ഉള്ളത് ചിലത് 0.5 ആയിരിക്കാം, ചിലത് 1.5 ആയിരിക്കാം. ഡിപ്പെൻഡ്സ് അപ്പോൺ സ്കീം ടൈപ്പ് അനുസരിച്ച് മാറും. അപ്പോൾ എക്സ്പെൻസ് റേഷ്യോ കൂടുതലാണെങ്കിൽ നിങ്ങളത് കെയർഫുൾ ആകണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അതിനോടൊപ്പം തന്നെ എക്സിറ്റ് ലോഡ് ഉണ്ടോ, അതിനോടൊപ്പം തന്നെ നമ്മൾ അറിയേണ്ട അതിൻ്റെ ഉള്ളിലുള്ള ഉപവിഭാഗമായിട്ടുള്ള മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ലോക്ക് ഇൻ പീരീഡ്.
പീരീഡ്, എത്ര വർഷത്തെ ലോക്ക് ഇൻ പീരീഡ് ഉണ്ടെന്ന് നിങ്ങൾ നോക്കും. എല്ലാ ഓൾമോസ്റ്റ് മ്യൂച്വൽ ഫണ്ട്സിനൊന്നും ലോക്ക് ഇൻ പീരീഡ്സ് ഉണ്ടാവില്ല, പക്ഷേ ഇൻഷുറൻസ് ലിങ്ക്ഡ് ആണെങ്കിൽ അത് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ലോക്ക് ഇൻ പീരീഡ് ഉണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ അറിയാം. ലോക്ക് ഇൻ പീരീഡ് 5 കൊല്ലം എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, അത് എന്താ പറയുക, മ്യൂച്വൽ ഫണ്ട് അല്ല, അത് ഇൻഷുറൻസ് ആണ്. ഓക്കെ, 4ാമത്തെ പോയിന്റ്, നിങ്ങൾ ചൂസ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടിൻ്റെ നടത്തിപ്പുകാരാരാണ് എന്നുള്ളതാണ്. ഓക്കെ, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് 4 മേജർ ലെഗുകളുണ്ട്. ഒന്ന് സ്പോൺസർ, ട്രസ്റ്റി, പിന്നെ ആരാണ്, രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജൻറ്റ് ഒരാളുണ്ടായിരിക്കും. പിന്നെ വരുന്നത് ഒരാളല്ല, ഒരു പ്രസ്ഥാനത്തെ പറ്റിയാണ് പറയുന്നത്. ഇനിയൊന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് AMC, അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ്. സോ ഇതിൽ സ്പോൺസേഴ്സും അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയും ഓൾമോസ്റ്റ് സെയിം ആയിട്ട് വരുന്നു. ഇപ്പോൾ SBI എടുത്തോളൂ, SBI തന്നെയായിരിക്കും സ്പോൺസർ. ഓരോ മ്യൂച്വൽ ഫണ്ട് സ്കീമിനും ഒരു 40% ഓഫ് ദ സ്കീം, അതായത് ടോട്ടൽ ഇപ്പോൾ 5 കോടി രൂപ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു മ്യൂച്വൽ ഫണ്ടാണെങ്കിൽ അതിൻ്റെ 40% ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ട ആരാണ്, സ്പോൺസറാണ്. അപ്പോൾ അതേമാതിരി ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്പോൺസറാണോ, ക്വാളിഫൈഡ് ആയിട്ടുള്ള AMC ആണോ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ആ AMCയിൽ നിങ്ങളുടെ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന മാനേജർ ആരാണ്, ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ്. ആ മാനേജറിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി എന്താണ്, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്. സോ ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ AMC ആരാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന AMCs എന്ന് പറയുന്നത്, സപ്പോസ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ്. അതായത് ഉദാഹരണത്തിന് നിങ്ങൾ പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ICICIയുടെ നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് എടുക്കുന്നു. ICICI ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ICICI ബാങ്ക് തന്നെയായിരിക്കും ഒരു സ്പോൺസർ അവരുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ. പ്രത്യേകിച്ച് വലിയൊന്നും ഉണ്ടാവാൻ വരില്ല. ട്രസ്റ്റി, പിന്നെ രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജൻറ്റ് വേറെ ആയിരിക്കാം, പിന്നെ AMCയും അതേ ICICI തന്നെയായിരിക്കാം. സോ അങ്ങനെ അപ്പോൾ നല്ല വിശ്വാസയോഗ്യമായിട്ടുള്ള AMC ആണോ, ട്രസ്റ്റി ആണോ, സ്പോൺസർ ആണോ എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അവരുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കണം. നല്ല ഫണ്ട് ഫ്ലോ ഉള്ള, ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട്, നമുക്കൊക്കെ നല്ല രീതിയിൽ അറിയപ്പെടുന്ന എന്താ പറയുക, ബാങ്ക്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലുള്ള നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കണം AMCസും. അതേമാതിരി AMC അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഫണ്ട് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാനേജേഴ്സ് ആരാണ്, അവരുടെ പെർഫോമൻസ് റിസൾട്ട് എങ്ങനെയാണ്, അതിനാണ് ആൽഫ റേഷ്യോ എന്ന് പറയും. ശരിക്കും പറയാം, അതിനെപ്പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. എന്തൊക്കെ റേഷ്യോ വൈസ് എന്തൊക്കെ നോക്കണം എന്നുള്ളത് ക്വിക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, സോ ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ പോയിന്റ് ഈസ്, നിങ്ങൾ എടുക്കാൻ പോകുന്ന റിസ്ക് തന്നെയാണ് അവസാനത്തെ പോയിന്റ്. നിങ്ങളെ കൊണ്ട് കഴിയുമോ, ഇപ്പം നമ്മൾ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നു എന്ന് പറഞ്ഞ രീതിയിൽ ഒരിക്കലും നിങ്ങളുടെ റിസ്ക് ലെവൽ എത്രയാണെന്നുള്ളത് അതിപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് സെബി ഇപ്പോൾ കൃത്യമായിട്ടും റൂളുണ്ട്. നമ്മൾ പഴയ പോലെ ഒന്നുമല്ല. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് നമ്മൾ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെങ്കിൽ അതിന് മുന്നോടിയായിട്ട് നമ്മളുടെ റിസ്ക് പ്രൊഫൈലിംഗ് മസ്റ്റായിട്ട് നടത്തേണ്ടതുണ്ട്. അപ്പോൾ റിസ്ക് പ്രൊഫൈൽ എന്ന് പറയുന്നത് നമ്മൾക്ക് എത്ര ശേഷിയുണ്ട്, നമ്മളുടെ ഇൻകം എത്രയാണ്, നമ്മൾക്ക് അതിനുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്ക് ഏത് മാർക്കറ്റ് ഇപ്പോൾ ഡൗണിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിയർ ഉണ്ടാകുമോ, ആ ഫിയർ താങ്ങാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടോ, നിങ്ങളുടെ ഫണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഏത് നിമിഷം, ബിക്കോസ് ദീസ് ആർ ഓൾ മാർക്കറ്റ് ലിങ്ക്ഡ്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഷെയർ മാർക്കറ്റ് ലിങ്ക്ഡ് ആണല്ലോ. മ്യൂച്വൽ ഫണ്ടിൻ്റെ 90% ഡെപ്റ്റ് ഫണ്ട് വേറെ ഉണ്ട്, പക്ഷേ 90% എന്താ പറയുന്നത്, കൂടുതലും നമുക്ക് നല്ല ക്യാപിറ്റൽ അപ്രിസിയേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, നമ്മൾ ഇക്വിറ്റി ലിങ്ക്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ് തന്നെയാണ്. സോ അത്തരം മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഏറ്റവും വലിയ ഡീമെറിറ്റ് എന്താണ്, എല്ലായ്പ്പോഴും എന്താ പറയുക, എല്ലാ വർഷവും ഒരുപോലെ മുകളിലോട്ട് പോകത്തില്ല. ഒരു എന്താ പറയുക പീരീഡ്, ചിലപ്പോൾ 1, 2, 3 വർഷം അതേ മ്യൂച്വൽ ഫണ്ടിൻ്റെ നിങ്ങളുടെ ഫണ്ട് താഴ്പോട്ടായിരിക്കും പോവുക. ബൈ ദ വേ മാർക്കറ്റ് താഴ്പോട്ടാണെങ്കിൽ പിന്നെ തിരിച്ച് കയറുമ്പോഴായിരിക്കും മൊത്തം 5 വർഷം നിങ്ങൾ സപ്പോസ് ഒരു 5 ഇയേഴ്സ് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു എന്ന് നോക്കിക്കോളൂ. 5 ഇയേഴ്സിൽ ചിലപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ 3 ഇയേഴ്സ് അബദ്ധവശാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ഡൗണിലേക്ക് ആയിരിക്കാം. അത് ഓവർ എ കൺസിസ്റ്റൻറ്റ് പീരീഡിൽ അത് ഡൗണിലേക്ക് പോകാം. സോ അത്തരം സിറ്റുവേഷൻസിൽ നിങ്ങൾ ഭീതി കൂടി 1000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അത് കുറഞ്ഞ് 500 ആയി അല്ലെങ്കിൽ 300 ആയി എന്ന് വരുമ്പോൾ നിങ്ങൾ പേടിച്ച് പോകുന്ന ഒരു സാഹചര്യം വന്നിട്ട് നിങ്ങൾ പിന്തിരിഞ്ഞ് പോകുന്ന ആളാണോ, നിങ്ങൾക്ക് മാർക്കറ്റിനെ പറ്റി അറിയാമോ, ഇത്തരം കാര്യങ്ങൾ. പിന്നെ അതേമാതിരി നിങ്ങളുടെ പ്രൊഫഷൻ, നിങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി, നിങ്ങൾ എല്ലാ മാസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റുന്ന ആളാണോ, ഇത്തരം വിഷയങ്ങളൊക്കെ നിങ്ങൾ സ്വയം ഒരു അവബോധം ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ ഫണ്ട് ചൂസ് ചെയ്യാവൂ. ആ ഫണ്ടിലേക്ക് എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം എന്നുള്ളത് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ദ ഫൈനൽ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗോൾഡൻ റൂൾ എന്നാൽ
എന്ത് എന്നുള്ളത് നിങ്ങളിപ്പോൾ മനസ്സിലാക്കുക. ഒരിക്കലും എന്താ പറയുക 21% ലഭിക്കും, 25% ലഭിക്കും, 18% അങ്ങനെയൊന്നുമല്ല ചേസ് ചെയ്യുക. ഒരിക്കലും എന്താ പറയുക, നമ്മൾ റിട്ടേണിനെ അല്ല ചേസ് ചെയ്യേണ്ടത്, കൺസിസ്റ്റൻസിയാണ് ചേസ് ചെയ്യേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞതാണ് ഗോൾഡൻ റൂൾ. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് റിട്ടേൺ, അതിപ്പോൾ കുറഞ്ഞാലും സാരമില്ല, റിട്ടേൺ കുറഞ്ഞാലും സാരമില്ല, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിട്ടേൺ തരുന്ന 10% മുകളിൽ ഒരു വർഷം നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ലഭിച്ചാൽ തന്നെ, അതും കോമ്പൗണ്ടഡ് ആയിട്ട് നിങ്ങളൊരു 10 ഇയേഴ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് തന്നെ വലിയ എമൗണ്ടാണ് കമ്പയറിങ് ടു ബാങ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ. സോ 10 നാച്ചുറലി നിങ്ങളൊരു ഓവർ എ പീരീഡ് ഓഫ് 5 to 10 ഇയേഴ്സൊക്കെ നിങ്ങൾ 10 ഇയേഴ്സിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അഗ്രസീവായിട്ട്, നിങ്ങൾക്ക് റിസ്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ ക്യാപിറ്റൽ അപ്രിസിയേഷൻ 101% കൂടാൻ തന്നെയാണ് സാധ്യത. കൂടുമെന്ന് ഞാൻ പറയുന്നില്ല, കൂടാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ വളരെ വളരെ കൂടുതലാണ്. സോ ആർക്കും ഒരു ഡ്രോബാക്ക് വന്നിട്ടില്ല. കൺസിസ്റ്റൻസി അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ലോവസ്റ്റ് ടൈം ഫ്രെയിമിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് സ്വീകരിക്കരുത്. അതിൽ തന്നെ ഈക്വിറ്റി ലിങ്ക്ഡ് ഫണ്ട് സ്വീകരിക്കരുത്. പകരം വല്ല ഡെപ്റ്റ് ഫണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഷോർട്ട് ടേമിലേക്കൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നവർക്ക് ഒരിക്കലും എന്താ പറയുക മ്യൂച്വൽ ഫണ്ട്സിൽ ഈക്വിറ്റി ലിങ്ക്ഡ് ആയിട്ടുള്ള ഫണ്ട് സെലക്ട് ചെയ്യരുത്. പകരം ഡെപ്റ്റ് ഫണ്ട് അങ്ങനത്തെ അല്ലെങ്കിൽ ETF റിലേറ്റഡ് ആയിട്ടുള്ള ഫണ്ടുകളൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ബേസ്ഡ് ഓൺ മാർക്കറ്റ് സ്ട്രക്ചർ. അതല്ല എന്നുണ്ടെങ്കിൽ ഡിബഞ്ചേഴ്സ്, ബോൺഡ്സ് പോലുള്ള ഗവൺമെൻറ് ഈക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീംസ് ഒക്കെ ഉണ്ട്, അത്തരം ഫണ്ടുകൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെപ്റ്റ് ഫണ്ടുകൾ തന്നെ ഉപയോഗിക്കാം. ഓക്കെ, ഗവൺമെൻറ് ബോണ്ടിലൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. അത് നിങ്ങൾ ഡയറക്റ്റായിട്ട് ബോണ്ടിലേക്കൊന്നും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ട, ബോണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫണ്ട്സൊക്കെ അവൈലബിൾ ആണ്. സോ ഫോർ മോർ ഡീറ്റെയിൽസ് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ എന്നെ സമീപിക്കുക. തീർച്ചയായിട്ടും പരമാവധി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് തീർച്ചയായിട്ടും ചെയ്തു തരും. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളിത് ഹൈപ്പൊക്കെ കൊടുക്കുക, അതിനോടൊപ്പം ലൈക്ക് ചെയ്യുക, മറ്റുള്ള നിങ്ങളുടെ അറിയുന്നവർക്കും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. താങ്ക് യു. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.